ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന ചില നെഗറ്റീവ് ഊർജങ്ങളെ കുറിച്ച് ഈ വ്യക്തി തിരിച്ചറിയുന്നു, അതില്ലാതെയാക്കുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു രീതി എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ പേഴ്സൺ എന്ത് മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്, അതൊക്കെയാണ് നമ്മൾ അവസാനത്തെ ആ ഒരു 3 ഫൈനൽ ആയിട്ടുള്ള കാർഡ്സ് നമ്മൾ അവസാനം എടുക്കുന്നതായിരിക്കും. അത് ഫൈനൽ ഔട്ട്പുട്ട് എനർജിയാണ്. നമുക്കപ്പോൾ ഈ ഒരു കാർഡിൽ നിന്നും സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ക്ലോഷർ ആണ്. നോട്ട് ഓൾ കണക്ഷൻസ് ആർ മെന്റ് ടു ബി അക്സെപ്റ്റ് ദ ക്ലോഷർ. ബിക്കോസ് ഇവിടെ അനാവശ്യമായിട്ടുള്ള സാന്നിധ്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഈ പേഴ്സണും കൂടാതെ വേറെയും ഒരുപാട് ബന്ധങ്ങൾ, അതായത് വേറെയും ഒരുപാട് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള കണക്ഷൻസ് എന്ന് പറയില്ല, അനാവശ്യമായിട്ടുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കണക്ഷൻസ്, അത് കൂട്ടുകാരാകാം, വീട്ടുകാരാകാം, ഈ പേഴ്സൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാകാം, എന്നിങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് കണക്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു. അത് ഇല്ലാണ്ടാക്കാൻ, അല്ലെങ്കിൽ അത്തരം കണക്ഷൻ, അത്തരം ബന്ധങ്ങളുടെ ആവശ്യമില്ല എന്നും അതിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ അതിനേക്കാളുമൊക്കെ എത്രയോ വലുതാണ് ഈ റിലേഷൻഷിപ്പ്, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ബന്ധങ്ങളെല്ലാം വെറുതെ ആണെന്നും മോശമാണെന്നും അതിൻ്റെ ആവശ്യമില്ല എന്നും അത് ഇല്ലാണ്ടാക്കുമ്പോഴാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വരികയുള്ളൂ എന്നുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വന്നു ചേർന്നിട്ടുള്ള അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കണക്ഷൻസ്, ബന്ധങ്ങള്, അതൊക്കെ എന്താണോ അതൊക്കെ വേണ്ട എന്ന് വെക്കാനാണ് ഈ പേഴ്സൺ പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, അതുമായിട്ട് മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് ഈ പേഴ്സന്റെ ജീവിതത്തിന് ഒരു ജീവൻ നൽകിയിട്ടുള്ള വ്യക്തിയായിട്ടാണ്. കാരണം ഈ പേഴ്സൺ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ജീവിത ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൽ നിന്നും വെച്ച് നോക്കുമ്പോൾ അതിനെല്ലാം തന്നെ ഒരു ജീവൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിലൂടെ മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നത്. ഈ പേഴ്സൺ മുന്നോട്ട് ജീവിക്കണ്ട എന്നുള്ള തീരുമാനങ്ങൾ വരെ എടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. മനുഷ്യര് ഓരോ സമയത്ത് ഓരോ തീരുമാനങ്ങൾ എടുക്കും, അല്ലെ? അത് അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. അപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തീരുമാനങ്ങൾ ഈ പേഴ്സൺ എടുത്തിട്ടുണ്ട്. അതായത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ മാറി പോസിറ്റീവ് എനർജിയിലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുള്ളത് നിങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങളാണ് ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ ഒരു മാലാക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത്രയും ഒരു പ്യോർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈ പേഴ്സൺ കുറച്ച് ഫ്ലേർട്ടിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഭയങ്കര സുന്ദരനായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര സുന്ദരിയായിരിക്കാം. ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ പുറകെ നടക്കുന്നുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് ഫ്ലേർട്ടിംഗ് ആയിട്ടുള്ള ഒരു എനർജിയും കൂടെ ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരു ഫ്ലേർട്ടിംഗ് ആയിട്ടുള്ള ഒരു എനർജി, അതായത് കുറച്ച് ഫ്ലേർട്ട് ചെയ്യാം, ഇപ്പൊ പഞ്ചാര അടിക്കുക, മറ്റുള്ളവരോട് കുറച്ച് തമാശ പറയാ, അങ്ങനെയൊക്കെ നമ്മളൊരു ഒരു പൈങ്കിളി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ചെറിയ ക്യാരക്ടറും കൂടെ ഈ പേഴ്സൺ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ എങ്ങനെ നോക്കി കാണണം, നിങ്ങളുടെ സ്നേഹം എങ്ങനെ കാത്തു സൂക്ഷിച്ചു വെക്കണം, ഇതൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് റൊമാൻറ്റിക് ലൈഫ് ഉണ്ടാക്കിയെടുക്കാനും അത് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാനും തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സ്നേഹത്തിന്റെ ആ ഒരു പാനപാത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ, ആ ഒരു കപ്പ് ഓഫ് ലവ്. കുതിരപ്പുറത്താണ് ആള് വരുന്നത്, ആ കുതിര വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഓടുന്നത്, കയ്യിൽ ആ ഒരു കപ്പ് ഓഫ് ലവ്, ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു പാത്രം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. അത് കാത്തു സൂക്ഷിച്ച് കൈകളിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനോടകം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഡോർ ടു വാല്യൂ ആണ്. ഈ പേഴ്സൺ ഇപ്പൊ ഭയങ്കരമായിട്ട് ശുക്രദശ ആയിട്ടിരിക്കണ ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ശുക്രദശ അല്ലെങ്കിൽ ശുക്രൻ ഉദിച്ചു നിൽക്കുക, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക, ബിസിനസ് ചെയ്യാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എന്താ പറയുക, ഡോർ ടു വാല്യൂ ആണ്. അതായത് സാമ്പത്തികപരമായിട്ട് ഒരുപാട് ഉന്നതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ പേഴ്സന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഈ പേഴ്സൺ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സന് സ്വന്തമായിട്ട് ഒരു വീടില്ലായിരിക്കാം, സ്ഥലമില്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നും സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരണമെന്നും ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള അവസരങ്ങൾ വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം വീട്ടിലല്ല ഉള്ളത്. ഈ പേഴ്സന്റെ സ്വന്തം വീട്ടിലല്ല ഉള്ളത്. കാരണം ഈ പേഴ്സണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ ഈ പേഴ്സന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പേഴ്സൺ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വന്തം വീട്ടിലായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ നെഗറ്റീവായിട്ട് ഈ പേഴ്സണ് തോന്നിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറ്റായിക തോന്നിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും വേണ്ടാന്ന് വെച്ചിട്ട്, അതായത് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥ, അതായത് ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലീഫ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പേഴ്സൺ ഒട്ടും തന്നെ സംതൃപ്തമല്ല, സാറ്റിസ്ഫൈഡ് അല്ല. ഈ പേഴ്സന്റെ വീടായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകെട്ടുകളായിരിക്കാം, ജോലി സ്ഥലമായിരിക്കാം, എന്തുകൊണ്ടോ ഈ പേഴ്സൺ അതിനോട് താല്പര്യമില്ല. മനസ്സിലായോ? ശത്രുക്കളാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു വ്യക്തി ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണ കണ്ടില്ലേ, ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണേണ്, ആ സ്ഥലം വിട്ട് പോണേണ്. 10 ഓഫ് സോർട്സ് ആണ് കാണിക്കുന്നത്. അപ്പൊ അത് ശത്രുക്കൾ ചുറ്റിനുള്ളത് കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടോ ആ ഒരു സ്ഥലം വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതെന്തായാലും ഈ പേഴ്സണ് നന്മയ്ക്ക് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവരെക്കാളും മുന്നിട്ട് ഉയരാനാണ് ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നിൽക്കുന്നത്. റൈറ്റ് ദ വേവ് ആണ്. കാരണം ഇവിടെ തിരമാലകൾ അത്രയും ഉയരത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, അത്രയും ഉയരത്തിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ മുകളിൽ ഒഴുകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രശ്നങ്ങളെ മറികടക്കുവാനും
പ്രശ്നങ്ങളെക്കാൾ വലുതായിട്ട് ഉയരാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബിറ്റർ സ്വീറ്റ് ആണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് കയ്പേറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കയ്പേറിയ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ പേഴ്സൺ ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ സന്തോഷമുണ്ട്, എന്നാൽ കുറച്ചൊക്കെ ഒരു ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്. അപ്പം അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട്. അത് എന്നേക്കുമായി കുറഞ്ഞു പോകുന്നതായിട്ട് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു പ്രേതാലയം പോലത്തെ ഒരു വീടാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ അവിടെ നിഗൂഢമായിട്ട് കണ്ണുകളൊക്കെ നമുക്ക് ഇരുട്ടത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡ്രാഗൺ ലെയർ ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു കൂടാരത്തിന്റെ ഉള്ളിലായിരുന്നു നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അത് കൂടോത്രമായിരിക്കാം, ശത്രുദോഷമായിരിക്കാം, നാവദോഷമായിരിക്കാം. അതിൽ നിന്നുമൊക്കെ വളരെയധികം പുറത്തേക്ക് വരുന്ന, അതിൽ നിന്നുമൊക്കെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറയില്ലേ കേഴ്സിന്റെ എന്താ പറയാ, കേഴ്സിൽ അകപ്പെട്ടിട്ട് നമ്മൾ പറയില്ലേ ഇങ്ങനെ ഒരു ശാപത്തിൽ നിന്നും മുക്തി നേടുക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഒരു ശാപത്തിൽ നിന്നും മുക്തി നേടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ശാപത്തിൽ നിന്നും മുക്തി നേടുക, അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വലയത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്നാണ്. ഈ പേഴ്സൺ ഉറപ്പായിട്ടും കുറച്ച് സ്പേസ് വേണം, കുറച്ച് സമയം വേണം എന്നുള്ളത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് സമയം വേണം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സമയം വേണം എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലൂസ് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.